ഹായ് ഹലോ നമസ്കാരം. സൂര്യ സിന്ധു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ടെന്നും എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും എനിക്കറിയാം. അതിൻ്റെ ഒത്തിരി കോളുകൾ എനിക്ക് വരുന്നുണ്ട്. ഒത്തിരി എന്നോട് വിളിച്ച് തന്നെ എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുകയും സംശയങ്ങൾ ചോദിക്കുകയും സെയിലെടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഓൾ ബ്രാഞ്ചിലും അതിൻ്റെ ഒരു കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഒത്തിരി പേർക്ക് നമ്മൾ കാണിക്കുന്ന ആഭരണങ്ങൾ വേണമെന്നും അതിൻ്റെ റേറ്റ് അറിയാനും ഒക്കെ ആയിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും ഞാൻ എൻ്റെ വീഡിയോ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരോടും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു ആദ്യമേ. പിന്നെ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് നെക്ലസുകൾ കാണിക്കാനാണ്. അപ്പം ഞാൻ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാവർക്കും വേണ്ടി ഞാനൊരു കാര്യം പറയുന്നു. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്തുള്ള MG റോഡിലുള്ള വുഡ്ലാൻഡ് ജംഗ്ഷനിലുള്ള ബ്രാഞ്ചിലാണ്. ഞാൻ എന്നും ഇവിടെ നിന്നാണ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നതും ഈ ഷോറൂമിൽ തന്നെയാണ്. പിന്നെ എവിടെയാണെങ്കിലും എന്നെ വിളിച്ചാൽ ഞാൻ ഏത് ഷോറൂമിൻ്റെയും അഡ്രസ്സോ നമ്പറോ ഡീറ്റെയിലോ എന്ത് ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നെക്ലസ് കാണാൻ വേണ്ടി ഞാൻ കാണിക്കാൻ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് നെക്ലസുകളാണ്. അതായത് നമ്മൾ നെക്കിൽ മാത്രം വരുന്ന ഷോർട്ട് നെക്ലസുകൾ, ബ്രൈഡ്സിന് യൂസ് ചെയ്യാനും അല്ലാതെയുള്ള എൻഗേജ്മെൻറ്റ് അങ്ങനെയുള്ള ചെറിയ ഫങ്ഷനുകൾ, അല്ലെങ്കിൽ സാധാരണ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം എല്ലാവരും ഇടുന്ന ഒറ്റ നെക്ലസ്, അധികം മാലയൊന്നും ഇടില്ല, ഒരെണ്ണേ ഇടൂ. അത് പക്ഷേ നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഇത് ചെട്ടിനാട് ഡിസൈനിൽ അല്ലെങ്കിൽ ആ ഒരു ടോണിൽ ചെയ്തിരിക്കുന്ന നെക്ലസുകളാണ്. എപ്പോഴും ഒരു റെഡിഷ് ഫീലായിരിക്കും ചെട്ടിനാട് കളക്ഷൻ വരുന്നത്. അത് ജ്വല്ലറിയിൽ പോയിട്ടുള്ള എല്ലാവർക്കും ചെട്ടിനാട് കളക്ഷൻ അറിയാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. അപ്പം അതേ ഷെയ്ഡിൽ തന്നെ പറക്കാട്ടിലും അതേ സെയിം ഫിനിഷിങ്ങിന് നമുക്ക് ഓർണമെൻറ്റ്സ് കിട്ടും. അപ്പം അതിൻ്റെ കുറച്ച് ഡിസൈൻ ഞാൻ കാണിക്കാം. അപ്പം ആദ്യത്തെ ഡിസൈൻ വരുന്നത് ഇതാണ്, കണ്ടോ? അതിന് ചേരുന്നൊരു കമ്മൽ ഞാൻ താഴെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാവരോടും ഈ ഒരു ജിമിക്ക് മാത്രമേ ഞാനിപ്പോൾ കാണിക്കുന്നുള്ളൂ. എല്ലാവരോടും പറയുന്നത്, ഇപ്പം നമ്മളുടെ അടുത്ത് ഒത്തിരി ബ്രൈഡ് ഒരുങ്ങാൻ വേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഐറ്റം എടുക്കാൻ വരുന്ന കുട്ടികൾക്ക് പറയുന്നത് അവരുടെ കാതിൽ നമ്മുടെ സ്ക്രൂ ടൈപ്പ് ഓർണമെൻറ്റ്സ്, അതായത് പണ്ട് മുതലേ ഉള്ള ഇതുപോലെയുള്ള സ്ക്രൂ ടൈപ്പ് ത്രെഡിന് വണ്ണം കൂടുതലായിരിക്കും. അപ്പം മിക്കവരും കാതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ പറക്കാട്ടിലുള്ള കമ്മലുകളിൽ നമ്മൾ ഇതുപോലെയുള്ള കമ്പി പോലെയുള്ള ബാക്ക് കൊടുത്തിട്ട് ഇതുപോലെ ത്രെഡ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു കാര്യം ഈ ജിമിക്കയുടെ താഴെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ജിമിക്ക ഇവിടെ ഇരുന്നപ്പോൾ എനിക്കത് പറയാൻ തോന്നി പറഞ്ഞതാണ്. ഇനി നമുക്ക് നെക്ലസിൻ്റെ കാര്യത്തിലേക്ക് തന്നെ പോകാം. അതെല്ലാവർക്കും അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞ് ചെയ്യിപ്പിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഞാനിനി അടുത്തത് ഇതാണ്. ഞാനിപ്പോൾ നെക്കിലിട്ട് കാണിക്കും, നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഇത്തിരി സമയം പോയാലും ഞാനിത് നെക്കിലിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് നന്നായി കാണാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഡിസൈനും നോക്കിക്കോളൂ. അതുപോലെ മാങ്ങ പോലെയുള്ള നല്ല അടിപൊളി ഡിസൈനാണ്. അതുപോലെ നമ്മൾ സാധാരണ ഇവിടെയൊക്കെ ബോംബെ ചെയിൻ അല്ലെങ്കിൽ ഉർവശി എന്ന പേരിൽ അല്ലെങ്കിൽ ബോംബെ ചെയിൻ ആണ് ഇതിൽ സാധാരണ കണ്ടുവരുന്നത്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചും കൂടി ഭംഗിയുള്ള രീതിയിലാണ് നമ്മളത് മേക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഡിസൈൻസാണ് ഇപ്പോൾ നമുക്ക് കൂടുതൽ വരുന്നത്. കാരണം കുറച്ചും കൂടി നല്ല രീതിയിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട് നമ്മളുടെ ഡിസൈൻസ് എല്ലാം. കണ്ടോ, ഓരോ നെക്ലസിനും ഓരോ ഡിസൈൻ കൊടുക്കുന്നു. അതിന് എല്ലാം നല്ല ഭംഗിയുള്ള സ്റ്റോണും എല്ലാം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ചെട്ടിനാട് കളറിലുള്ള ഒരു ടോണാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനിതുപോലെ ഇത് കണ്ടോ, ഇതുപോലെയുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെ ഒരു ലെയർ സ്റ്റോൺ വരുന്നു. പിന്നെ അതിന് ചേരുന്ന ഒരു ഡൈ വർക്കിൻ്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെ നമ്മൾ നേരത്തെ തുടങ്ങിയുള്ള മുല്ലമുട്ട് അല്ലെങ്കിൽ പിച്ചുമുട്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. കണ്ടോ, അതിൻ്റെ ടോപ്പിൽ വന്നിരിക്കുന്ന വർക്കിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്കെല്ലാം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ ആ ഒരു ഡിസൈനിൽ നിന്ന് ഡിഫറെൻ്റ് ആക്കിയിട്ട് വേറൊരു ഇത് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഒരു കാശ്മാല, ഒരു വ്യത്യസ്തമായ ഒരു കാശ്മാല. ഇത് ഒത്തിരി പേർക്ക് നമ്മുടെ ഷോപ്പിൽ വരുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നൊന്ന് സ്പെഷ്യലായിട്ട് ഇത് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കാശ്മാലയിൽ വെറൈറ്റി തേടുന്നവർക്ക് ഇതൊരു നല്ല ഓപ്ഷനായിട്ട് എടുക്കാം. പിന്നെ നമുക്ക് ഈ ചെട്ടിനാട് കളറിൽ അല്ലെങ്കിൽ ടോണിൽ കാണിച്ച എല്ലാ ആഭരണങ്ങളും നമുക്ക് യെല്ലോ ഷെയ്ഡിലും അല്ലെങ്കിൽ ആൻറ്റിക് ഷെയ്ഡിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത് ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് നമ്മളത് ഷെയ്ഡ് ചേഞ്ച് ചെയ്ത് തരും. അതെല്ലാം നമ്മുടെ കമ്പനിയിൽ ഈ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഇതുപോലൊരു ചെറിയ ലോക്കറ്റായിട്ട് തിന്നായിട്ടുള്ള മാലകൾ ഇപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റി ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ പല വെറൈറ്റികളും നമുക്കുണ്ട്. ഇപ്പം ഞാനൊരു ഡിസൈൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതിപ്പോൾ ഒരു ചോക്കറാണ്. ചോക്കർ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ചോക്കറാണ് ഇത്. കണ്ടോ, ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ലക്ഷ്മി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസൈനും നമ്മളുടെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ ഒരെണ്ണമാണ് കാണിക്കുന്നതെങ്കിലും അതിൻ്റെ പല ടൈപ്പിലുള്ളത് നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് നമ്മളുടെ നിന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാ കടകളിലും ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഷോപ്പുകളിലും ചിലപ്പോൾ കയറി വരുമ്പോൾ എല്ലാ ഡിസൈനും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. കാരണം നമുക്ക് ഇത്രയും ബ്രാഞ്ചസ് ഉള്ളതുകൊണ്ട് നമ്മളുടെ ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം പറഞ്ഞു കഴിയുമ്പോൾ അത് ഏത് ഷോപ്പിൽ നിന്നാണെങ്കിലും കമ്പനിയിൽ നിന്നാണെങ്കിലും ഏത് സ്റ്റാഫാണെങ്കിലും എത്തിച്ച് നമ്മുടെ കയ്യിൽ എത്തിച്ചിരിക്കും. നമ്മളുടെ ഇഷ്ടം അവരോടൊന്ന് ഷെയർ ചെയ്യാൻ എല്ലാവരും ഓർക്കണം, മറന്നു പോകരുത്. നമ്മളുടെ ഇഷ്ടം മനസ്സിൽ വെച്ചിട്ട് കണ്ടില്ല അല്ലെങ്കിൽ അവിടെ ചെന്നപ്പോൾ ഉണ്ടായില്ല എന്നുള്ളത് പറയാതെ ആ ഇഷ്ടം പറയാം. പറ്റുമെങ്കിൽ എൻ്റെ വീഡിയോ എന്നൊക്കെ ഫോട്ടോസ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പോവുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സ്റ്റാഫുകൾക്ക് ഐറ്റം മനസ്സിലാവും. എനിക്കാണെങ്കിലും ഓക്കെ. അപ്പോൾ എന്നോടാണെങ്കിലും നിങ്ങൾക്കത് ഷെയർ ചെയ്ത് ചോദിക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ലക്ഷ്മി ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള വീഡിയോകളിൽ ലക്ഷ്മി വെച്ചുള്ള കുറേ ഡിസൈൻസ് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഇറക്കമുള്ളത് താഴത്തോട്ടുള്ളത് അങ്ങനെയുള്ള കുറേ വ്യത്യസ്തമായ രീതിയിലുള്ള മാലകൾ നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഒട്ടും മറക്കല്ലേ, നമുക്ക് ചെട്ടിനാട് ഷെയ്ഡിലാണെങ്കിലും ആൻറ്റിക്കിലാണെങ്കിലും ഗോൾഡൻ ഷെയ്ഡിലാണെങ്കിലും നമുക്കിത് 916ൻ്റെ യെല്ലോ ഷെയ്ഡ് ഉണ്ടല്ലോ, അതിലാണെങ്കിലും നമുക്ക് എല്ലാ മാലകളും ചെയ്തു തരാൻ പറ്റും. അത് പ്രത്യേകം ഓർത്തിരിക്കുക. പിന്നെയുള്ളത് ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങളിതെല്ലാം കണ്ടാൽ മാത്രം പോരാ, എല്ലാവരും വാങ്ങി അണിയണം. ഇത്രയും നാളും നമുക്ക് സ്വർണം വാങ്ങിക്കാനായിട്ട് മാത്രം ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്വർണം മേടിച്ചിട്ട് ഇടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നവരെല്ലാം ഇപ്പം വിലയും കൂടി ഇപ്പം ആ ആഗ്രഹം അവിടെ ഇരുന്നോട്ടെ, നമുക്ക് എപ്പോഴെങ്കിലും സാധിക്കാം. പക്ഷേ നമുക്ക് ഇന്ന് ആഗ്രഹിച്ച് ഇന്ന് നടത്താൻ പറ്റുന്ന തരത്തിലാണ് പാലക്കാട് ജ്വൽസിൽ നമ്മൾ ആഭരണങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ സ്വർണം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തൊന്നും ഇരിക്കണ്ട കേട്ടോ. നമ്മുടെ ഷോപ്പിൽ വന്ന് നമുക്കിഷ്ടമുള്ള ആ ഡിസൈൻ പറഞ്ഞു ചെയ്യിപ്പിച്ചോ അല്ലെങ്കിൽ കണ്ട് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. എല്ലാവരോടും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പിന്നെ ഒത്തിരി ലോക്കൽ ഐറ്റം ഇടുന്നതും സ്വർണം പോലെ തന്നെ തോന്നുന്ന വേറൊരാൾക്ക് ഇത് സ്വർണ്ണമല്ല എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ആഭരണങ്ങളല്ല. ശരിക്കും നമ്മുടെ ജ്വല്ലറികളിൽ പോലും ജ്വല്ലറി സ്റ്റാഫുകൾ അല്ലെങ്കിൽ ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം തന്നെ ഞങ്ങളോടൊക്കെ നേരിട്ട് പറഞ്ഞു. ഇപ്പം നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ജ്വല്ലറി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സെയിൽസ് ഗേൾമാരും അല്ലെങ്കിൽ സെയിൽസ്മാൻമാരും ഒക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. കാരണം ഞാനൊരു 10-25 വർഷമായിട്ട് തന്നെ ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നതാണ്. മെറ്റൽ ഏതായാലും ഇപ്പം മെറ്റൽ നമ്മളുടെ കോപ്പറിലാണ് നമ്മൾ ഔട്ട് ലെയർ 24 ഗോൾഡിൻ്റെ ലെയർ കൊടുത്താണ്, പ്യുവർ തങ്കം കൊടുത്താണ് ചെയ്യുന്നതെങ്കിലും ഈ ഡിസൈനിൻ്റെ കാര്യം വരുമ്പോൾ സ്വർണവും ഇതുമൊക്കെ ഒരേപോലെ തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത്. കാരണം നമ്മളുടെ എല്ലാം മേക്കിംഗ് ചെയ്യുന്നത് സ്വർണം ചെയ്യുന്ന തട്ടാന്മാർ അല്ലെങ്കിൽ അവർ ഗോൾഡ് സ്മിത്ത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടും പിന്നെ കടകൾ ബേസ് ചെയ്തും പലരെയും നമുക്ക് പരിചയമുണ്ട്. അപ്പോൾ എല്ലാ സ്റ്റാഫും ഇപ്പോൾ ജ്വല്ലറി ഫീൽഡിലുള്ളവരെയൊക്കെ ആളുകൾ എല്ലാവർക്കും അവിടെ സ്റ്റാഫായി ജോലി ചെയ്തതുകൊണ്ട് വീട്ടിലേക്ക് മൊത്തം സ്വർണം മേടിക്കാനൊന്നും സാധിക്കണമെന്നില്ല. അവരും സാധാരണക്കാരാണ്. അപ്പോൾ അവരൊക്കെ എപ്പോഴും പാലക്കാടിൻ്റെ ആഭരണമാണ് അവരുടെ ഫാമിലിയിലുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാറ്. അത് ഒരു പുതിയ കാര്യമല്ല, ഞങ്ങൾക്ക് കാലങ്ങളായിട്ട് ഞങ്ങൾക്കറിയാം. അപ്പോൾ അവർ പോലും നമ്മളുടെ ഓർണമെൻറ്റ്സിൻ്റെ ഒപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് ഗോൾഡ് ഇട്ടിട്ട് ബാക്കി മാല കൂട്ടത്തിലിടാൻ പറ്റുന്നത് പാലക്കാട്ടിലെ ആഭരണമാണെന്ന് എല്ലാവരോടും അവർക്ക് വേണ്ടപ്പെട്ടവരോട് കറക്റ്റായിട്ട് സജസ്റ്റ് ചെയ്ത് വിടുന്നതാണ്. അതെന്ന് വെച്ചാൽ അവർക്ക് അത്ര ഉറപ്പാണ് സ്വർണത്തിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മളുടെ ജ്വല്ലറിയുടെ ഫീല് കിട്ടുന്നത്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇപ്പോൾ 100 രൂപയ്ക്ക് 50 രൂപയ്ക്ക് 200 രൂപയ്ക്കൊക്കെ നമുക്ക് ആഭരണങ്ങൾ കിട്ടുമെന്ന് ഒത്തിരി സോഷ്യൽ മീഡിയ പരസ്യങ്ങളുള്ളപ്പോഴും നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയുക, പർച്ചേസ് ചെയ്യുന്നത് എവിടെ നിന്ന് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ പാലക്കാട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യാതിരിക്കരുത്. നമുക്ക് ഈ ഓർണമെന്റ്സ് ഇപ്പം നമുക്കൊരാവശ്യം വരുമ്പോഴാണ് നമ്മൾ ഷോപ്പിലേക്ക് വരിക. അപ്പോൾ ഈ ആവശ്യം വരുന്ന ടൈമിൽ നമ്മൾ
പറക്കാട്ടിൻ്റെ ഷോറൂമുകൾ സന്ദർശിച്ച് ആഭരണത്തിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ആഭരണത്തിൻ്റെ ആ ഒരു ഭംഗി തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കണം. അത് നിർബന്ധമാണ്. കാരണം ഞങ്ങളുടെ എല്ലാം ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളിലൊക്കെ ചില സമയങ്ങളിൽ വിലക്കുറവ് തേടി പോയ ആളുകൾക്ക് പിന്നെ വന്ന് ഇത് കാണേണ്ടി വന്നിട്ടുണ്ട്. കാരണം വിലക്കുറവ് തേടി ആരെങ്കിലും പ്രേരണ കൊണ്ടൊക്കെ പോയി വാങ്ങിക്കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തോന്നും ഇവിടെ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വന്ന കുറേ പേർക്ക് ഞാൻ അറിഞ്ഞില്ല, എനിക്കൊന്ന് വന്ന് നോക്കാൻ തോന്നിയില്ല എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. കാരണം ഞാനിപ്പോൾ ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ടും എല്ലാവരുടെ ഇടയിലേക്ക് ഞാൻ ഈ ആഭരണത്തിൻ്റെ കഥകൾ പറയുന്നത് കൊണ്ടും ഒത്തിരി പേര് എന്നോട് ഈ വിശേഷം ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇനി മുന്നോട്ടുള്ളവർക്കാണെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ഷോറൂം സന്ദർശിക്കുക, ആഭരണങ്ങളൊന്ന് കാണുക. അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം. അതിൻ്റെ ഒരു റിക്വസ്റ്റും കൂടിയാണ്. കാരണം എല്ലാവരും ഭംഗിയുള്ള ആഭരണം അണിയുക എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ ഉള്ള ആഗ്രഹമുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ കുറച്ച് വീഡിയോ നീണ്ടുപോയോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും എൻ്റെ വീഡിയോ കാണണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എന്നെ വിളിക്കണം, അഭിപ്രായങ്ങൾ ചോദിക്കണം, ആഗ്രഹങ്ങൾ അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ മറന്നു പോവല്ലേ, സബ്സ്ക്രൈബും ചെയ്യണം.